ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണോ? അല്ല. പൊതുവിൽ ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമല്ലെങ്കിലും 5 തൊട്ട് 8% വരെ ആളുകളിൽ ക്യാൻസർ പാരമ്പര്യമായി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ ഹെറിഡിറ്ററി ക്യാൻസർ സിൻഡ്രോംസ് എന്ന് പറയും. അതായത് ഒരു ജീനിൻ്റെ തകരാറ് കൊണ്ട് തന്നെ 2 അതിൽ കൂടുതലോ അവയവങ്ങളിൽ ക്യാൻസർ വരാനുള്ള റിസ്ക്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഹെറിഡിറ്ററി ബ്രസ്റ്റ് ആൻഡ് ഓവേറിയൻ ക്യാൻസർ സിൻഡ്രോം. അതായത് ഒരു ജീനിൻ്റെ തകരാറ് കൊണ്ട് തന്നെ ബ്രസ്റ്റ്, ഓവറി, പാൻക്രിയാസ് മുതലായ അവയവങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക്. രണ്ടാമതായി കാണുന്നത് ലിഞ്ച് സിൻഡ്രോമാണ്. വൻകുടലിലാണ് സാധാരണ ഈ ക്യാൻസർ വരുന്നതെങ്കിലും വേറെ അവയവങ്ങൾ അതായത് യൂട്രസ്, പാൻക്രിയാസ്, ചിലപ്പോൾ ബ്രെയിൻ ട്യൂമേഴ്സ് അങ്ങനെയൊക്കെ വരാനുള്ള റിസ്ക് ഉണ്ട്. കൂടുതലായിട്ട് മുതിർന്നവരിലാണ് ഈ ഹെറിഡിറ്ററി സിൻഡ്രോംസ് നമ്മൾ കാണുന്നത്. ഒരു കുടുംബത്തിൽ തന്നെ 2 അതിൽ കൂടുതലോ ആളുകൾക്ക് 1 അതിൽ കൂടുതലോ ടൈപ്പ് ക്യാൻസറുകൾ വരുവാണെങ്കിൽ, അഥവാ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസറുകൾ വരാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പാരമ്പര്യമായി ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കേണ്ടതാണ്. ജനറ്റിക് ടെസ്റ്റിംഗ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും, അതിനുള്ള ഫലപ്രദമായ ചികിത്സ നേരത്തെ ആരംഭിക്കാൻ പറ്റും, മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നുണ്ടോ നമുക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. മൂന്നാമത് എന്തെങ്കിലും പുതുതായിട്ടൊരു മെഡിസിൻ നമുക്കിതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. 2025 ജൂലൈ മാസം തൊട്ടിട്ട് MVR ക്യാൻസർ സെൻറ്ററിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്ലിനിക്കൽ ഓങ്കോജനറ്റിക്സ് ആൻഡ് ജനറ്റിക് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്നൊരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കാവുന്നതാണ്.